ജൂലൈ 19 ശനിയാഴ്ച. ദിവ്യകാരുണ്യനാഥനെ കണി കണ്ട് നമുക്കെന്നുണരാം. ദിവ്യനാഥ, അങ്ങേക്കൊരായിരം ആരാധനയും സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. ഇന്നത്തെ ജീവിതം പൂർണ്ണമായും അങ്ങേ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ആപത്തുകളിലും അപകടങ്ങളിലും അകപ്പെടാതെ ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ. ജോലി സംബന്ധമായ പ്രതിസന്ധികൾ നേരിടുന്നവരെ ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വചനം ധ്യാനിക്കാമെന്ന്. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. ഒരുപാട് അറിവുകൾ ഉണ്ടെന്ന് ജനം കരുതിയിരുന്ന യഹൂദ പണ്ഡിതർ പഠിപ്പിച്ചിട്ടും തോന്നാത്ത ഒരു കാര്യമാണ് ഒരറിവുണ്ടെന്ന് ജനം വിചാരിക്കാത്ത യേശു പഠിപ്പിച്ചപ്പോൾ അവർക്ക് തോന്നിയത്. അവർ അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു. യേശു പരിപൂർണ മനുഷ്യനായാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപമെടുത്തത്. അവനിൽ അസാധാരണത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവിക നിയമങ്ങളെല്ലാം അവനെ പഠിപ്പിച്ച് അസാധാരണത്വത്തിലേക്ക് അവനെ ഉയർത്തിയത് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവുമാണ്. നാം ഓരോരുത്തരും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നവരെ വചനം കൊണ്ട് നിറച്ച് അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി ഉയർത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ പ്രവർത്തിച്ചതുപോലെ നമുക്കും പ്രവർത്തിക്കണം. നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നവരും പ്രവർത്തിക്കണം. അതിനായി വചനങ്ങൾ വായിച്ച് ജ്ഞാനം നിറഞ്ഞവരായി മാറാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.